ഹലോ ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്നത്തെ എൻ്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ഇന്നലെ ഞാൻ ആൽഫബറ്റിക്കൽ ഓർഡറിനെ കുറിച്ചായിരുന്നു ചെറിയൊരു ക്ലാസ് എടുത്തിരുന്നത്. ഗ്രാമറിന് ആൽഫബറ്റിക്കൽ ഓർഡറിനും സെൻറ്റൻസിനും എല്ലാം വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യം മുതലേ ഉള്ള ഒരു ക്ലാസ് തന്നെ ആൽഫബറ്റിക്കൽ ഓർഡറിനെ കുറിച്ച് എടുത്തത്. അടുത്താണ് സെൻറ്റൻസ്. ശ്രദ്ധിച്ചേ, ലുക്ക് അറ്റ് ദിസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ആർ, ഗ്രാമർ, ബി, സ്റ്റഡി ഇംഗ്ലീഷ്. ഡു ദീസ് 5 വേർഡ്സ് മേക്ക് സെൻസ് ടുഗദർ? ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട് അല്ലേ. ആർ, ഗ്രാമർ, ബി, സ്റ്റഡി ഇംഗ്ലീഷ്. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതൊരു സെൻറ്റൻസ് ആണോ? അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഒന്നുമില്ലല്ലേ. ലെറ്റ് us റീഅറേഞ്ച് ദം ഇൻ എ ഡിഫറെൻറ്റ് ഓർഡർ. നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്തൊരു ഡിഫറെൻറ്റ് ഓർഡറിലാക്കിയാൽ എന്താണ്, ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ് ആക്കാനായിട്ട് സാധിക്കും. നമുക്കതാക്കാം. അതിനു മുമ്പ് നമുക്ക് സെൻറ്റൻസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് ഒന്ന് നോക്കാം. A sentence is a group of words that is arranged so as to make complete sense. A sentence always begins with a capital letter and end with either a full stop, a question mark or an exclamation mark. അപ്പോൾ ഒരു സെൻറ്റൻസ് ആകണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വേണം, അതിനൊരു മീനിങ്ങും വേണം. അതുപോലെ തന്നെ എൻഡ്, അത് ആരംഭിക്കേണ്ടത്, ബിഗിൻ ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. എൻഡ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഫുൾ സ്റ്റോപ്പ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്, അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക്. ഇതിലേതെങ്കിലും ഒന്ന് കൊടുത്തിട്ടായിരിക്കാം ആ ഒരു സെൻറ്റൻസിനെ നമ്മൾ നിർത്തേണ്ടത്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്കിതിനെ എങ്ങനെ ഒരു സെൻറ്റൻസ് ആകാം? ഫസ്റ്റ് നമുക്ക് ബിയുടെ W ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ബി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ. അതിന് ശേഷം എന്താണ്, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കൊന്നുമല്ല, ഫുൾ സ്റ്റോപ്പാണ് ഇടേണ്ടത്. ബി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഗ്രാമർ. അപ്പോഴത് എന്തായി മാറി? ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സെൻറ്റൻസ് ആയിട്ട് മാറി. ഫുൾ സ്റ്റോപ്പ് വേണം, ഫസ്റ്റിൽ ക്യാപിറ്റൽ ലെറ്റർ വേണം തുടങ്ങാനായിട്ട്. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. പുട്ട് എ ടിക്ക് എഗിനസ്റ്റ് ദോസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് യു തിങ്ക് ആർ സെൻറ്റൻസ് ആൻഡ് ക്രോസ് എഗിനസ്റ്റ് ദോസ് വിച്ച് ആർ നോട്ട് കറക്റ്റ്. അപ്പോൾ ഇതിനകത്ത് ട്രൂ ആണെങ്കിൽ, സെൻറ്റൻസ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ടിക്ക് കൊടുക്കാം, ഫോൾസ് ആണെങ്കിൽ ക്രോസും കൊടുക്കുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. വി വെൻറ്റ് ഫോർ, ബി വെൻറ്റ് ഫോർ. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സെൻറ്റൻസ്. എന്താണ്? ബി W ക്യാപിറ്റൽ ലെറ്ററിലാണ്. അതിനുശേഷം എന്തുണ്ട്? ഫുൾ സ്റ്റോപ്പും ഉണ്ട്. ഇത് നമുക്ക് ട്രൂ ആണെന്ന് പറയാം. ഷീല ഈ സ്റ്റഡിയിങ് ഫോർ ആൻ എക്സാമിനേഷൻ. ഷീല എന്തിനു പോകുന്നു? ഒരു എക്സാമിനേഷന് പോകുന്നു. ക്യാപിറ്റൽ ലെറ്ററിലാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെന്തുകൊണ്ട്? ഫുൾ സ്റ്റോപ്പും ഉണ്ട്. ഓക്കെ, അടുത്തത് നോക്കിയേ. വി ഫുട്ബോൾ എവരി ഡേ. അതെന്തെങ്കിലും മീനിങ് ഉണ്ട്? വി ഫുട്ബോൾ എവരി ഡേ. ആ സെൻറ്റൻസിന് എന്താണ്, ഒരു മീനിങ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ക്യാപിറ്റൽ ലെറ്ററും ഫുൾ സ്റ്റോപ്പും ഒക്കെ ഉണ്ടെങ്കിലും അത് ഫോൾസ് ആണ്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ഗോസ് ടു സ്കൂൾ. ഗോസ് ടു സ്കൂൾ ക്യാപിറ്റൽ ലെറ്ററാണ്. ആര് പോകുന്ന ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ മീനിങ് ഇല്ല. അതുകൊണ്ട് അതും ഫോൾസ് ആണ്. ദ ബസ്, അതൊരു എന്താണ്, ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഒന്നുമില്ല അതിനകത്ത്. അതുകൊണ്ട് അതും ഫോൾസ് ആണ്. വി ഗോ, അതും ഫോൾസ് ആണ്. ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെൻറ്റൻസ് ആണ്.